ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും കെ ഫാമിലി സേന എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നത് ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. ഒന്നുമല്ല, ഇപ്പോൾ കുറേ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പല സെക്ടറിലേക്ക് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലേഷനാണ്. അപ്പോൾ കുറേ ആൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീഫണ്ട്, റീഷെഡ്യൂൾ, ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതും റീഫണ്ടിനെ കുറിച്ചൊക്കെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെഷ്യലി ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് മാക്സിമം നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓൺലൈൻ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളോരോരോ സൈറ്റ് കയറി എടുക്കുന്നുണ്ട്, ക്ലിയർ ട്രിപ്പ്, ചെക്ക്മേറ്റ് ട്രിപ്പ്, അങ്ങനെ ഓരോ സൈറ്റുകൾ എടുക്കുന്നുണ്ടല്ലോ. അങ്ങനത്തതൊക്കെ എടുക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക, അതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിക്കുകയും ചെയ്യണം. അതിന് നമ്മൾ ട്രാവൽസാരോ എയർലൈൻസോ റെസ്പോൺസിബിലിറ്റി അല്ല. അതൊരു കാര്യം. പിന്നീട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു അതോറിറ്റിയുടെ കീഴിൽ എടുക്കുകയാണ് ടിക്കറ്റ് ആണെങ്കിൽ അത് അവർ ചെയ്തുകൊള്ളും. നിങ്ങൾക്ക് ഫുൾ റീഫണ്ട്, ₹1 പോലും കുറയാതെ നിങ്ങൾ എത്ര രൂപക്കാണോ ടിക്കറ്റ് എടുത്തത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാലിക്കറ്റ് ദുബായ് 25,000 എടുത്തിട്ടുണ്ടെങ്കിൽ അത് 25,000 തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതർവൈസ് നിങ്ങൾക്ക് ഡേറ്റ് ചേഞ്ച് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എന്നാണോ കൺഫേം ഡിപ്പാർച്ചറുള്ള ഷെഡ്യൂളുള്ള ദിവസത്തേക്ക് നമ്മളത് മാറ്റി തരികയും നിങ്ങൾക്കത് ഉപകരിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഓൺലൈനിലെടുത്ത് കുറേ പേര് എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ഇന്ന ഓരോരോ സൈറ്റിൽ നിന്ന് എടുത്തതാണ്, ഒരുപാട് സൈറ്റുകൾ പേര് പറഞ്ഞു, ആ സൈറ്റിൽ നിന്ന് എടുത്തതാണ്, അപ്പോൾ അതിൻ്റെ ടോൾ ഫ്രീ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ക്യാഷിന് എടുത്ത ടിക്കറ്റുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതിൽ രണ്ട് മൂന്ന് പേർക്ക് കിട്ടിയതേ ഇല്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പേയ്മെൻറ്റ് അവിടെ വെച്ചുകൊണ്ട് ഞാൻ വേറെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, അതോറിറ്റി ഒരു ട്രാവൽ ഏജൻസിയുടെ കീഴിൽ നിന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ എയർലൈൻ ഓഫീസിൽ നിന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അതിനു വേണ്ടി ഡോക്യുമെൻറ്റ് സബ്മിഷൻ ചെയ്യുക, അത്തരത്തിലുള്ള അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചതിക്കുയിലൊന്നും പെടാതെ നിങ്ങളെ യാത്ര സേഫാക്കുക. നല്ല രീതിയിൽ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ റേറ്റിൽ മാക്സിമം അവിടേക്ക് കൺഫേം ഡിപ്പാർച്ചർ ഫ്ലൈറ്റുകൾ എത്താൻ വേണ്ടിയിട്ട് ഒരു അതോറിറ്റിയുടെ കീഴിൽ കൺഫേം ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിൻ്റെ കീഴിലെടുക്കുക. പിന്നെ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ എത്തിക്കൊണ്ടിരുന്നത് 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരുന്നു. അത് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മാക്സിമം ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പെങ്കിൽ എയർപോർട്ടിലെത്തുക. എയർപോർട്ടിലെത്തിയതിന് ശേഷം, കാരണം നമ്മൾക്ക് പെട്ടെന്ന് ചെക്കിങ് ചെയ്യുക, അതാ ഫ്ലൈറ്റിന് അതിന് എന്തെങ്കിലും ഡിലേയോ മറ്റ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അപ്ഡേഷൻ കിട്ടും. അപ്പോൾ മാക്സിമം 5 മണിക്കൂർ മുമ്പെങ്കിൽ മാക്സിമം എയർപോർട്ടിൽ എത്താൻ നോക്കുക. അങ്ങനെ അത് രീതിയിലുള്ള കാര്യങ്ങളും അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ലഗേജിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല എയർലൈൻസും ഇപ്പോൾ 30 ഉള്ളത് 20 ആക്കിയിട്ടുണ്ട്. സൗദി എയർലൈൻസൊക്കെ ഇപ്പം 30 ആക്കിയിട്ടുണ്ട്. സൗദി എയർലൈൻസ് 2 പീസ് പാക്കേജ് ആയിരുന്നു ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഇപ്പോൾ 30 ആക്കിയിട്ടുണ്ട്, 1 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമുക്ക് ട്രാവൽ ഏജൻസിയാണ്. അവർക്കാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധേഡാണ്. നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളെ ട്രാവൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ടെൻഷനും അടിക്കാതെ നല്ല രീതിയിൽ ടിക്കറ്റ് എടുത്ത് ഫ്ലൈ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ട്രാവൽ ഏജൻസിയായിട്ട് മാത്രം ടിക്കറ്റ് എടുക്കുക. പിന്നെ എന്താ പറയാനുള്ള, അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.